നബിയക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ യജിദു മിനദ്ദഖലി മാ യംലഉ ബി ബത്നഹ്. നിങ്ങളുടെ പ്രവാചകനെ ഞാൻ കണ്ടു എന്ന് നുഅ്മാൻ ഇബ്നു ബശീർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥകളും സാഹചര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പറയുകയാം. എന്നാൽ മദീനയിലെ മസ്ജിദിനെ കവച്ചു വെക്കാൻ മാത്രം ഗനീമത്ത് സ്വത്ത് ലഭ്യമായ നാളുകളിൽ ഏറ്റവും വില കൂടിയ ഈത്തപ്പഴവും അനുബന്ധമായി സ്വർണവും ഒക്കെ അവിടെ വന്ന് കുമിഞ്ഞു കൂടുമ്പോഴും അതിൽ നിന്ന് ഒന്നുപോലും എടുക്കുന്നില്ല. ജമാഅത്തിന് വരുന്നു, നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. പല സ്വഹാബിയന്മാരും എപ്പോഴാണ് ഗനീമത്ത് വീതം വെക്കുക എന്ന് പോലും ചിന്തിക്കുകയാണ്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ആ കിട്ടിയ അദ്ദേഹത്തിന് ഒരു വലിയ ചാക്കുമായിട്ട് ഗനീമത്ത് സ്വത്ത് അദ്ദേഹം ശേഖരിക്കാൻ വേണ്ടി റസൂലുള്ളാഹിയുടെ അരികിലേക്ക് വരികയാണ്. നിറയതിലേക്ക് നിറച്ചു വെച്ചു. അത് തന്റെ ചുമലിലേക്ക് വെച്ചപ്പോൾ പൊങ്ങുന്നില്ല. അല്പം അതിൽ നിന്ന് കളഞ്ഞേക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്പം കളഞ്ഞപ്പോഴും പൊങ്ങുന്നില്ല. വീണ്ടും ചുമലിലേക്ക് വെക്കുന്നു, സാധിക്കുന്നില്ല, പൊങ്ങുന്നു. വീണ്ടും കളഞ്ഞേക്കും. അങ്ങനെയൊക്കെ കളഞ്ഞ് ആ ചുമടുമായി അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ അത് നോക്കി റസൂലുള്ളാഹി പുഞ്ചിരിക്കയാ. എന്നാൽ അതേ റസൂലോ അതിനൊന്നുപോലും ഭക്ഷിക്കാതെ തന്റെ പേരക്കുട്ടികൾ അവര് പൊതുഖജനാവിന്റെ മുതലായിട്ടുള്ള സമ്പത്തായുള്ള ഒരു ഈത്തപ്പഴത്തിന്റെ കാരക്കയുടെ ഒരു കഷ്ണമെടുത്തുകൊണ്ട് വായിലേക്ക് ഇട്ടപ്പോൾ തുപ്പിക്കള എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് തുപ്പിക്കളയിപ്പിക്കുന്ന പ്രവാചകൻ. അതേ റസൂൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പേരക്കുട്ടികളുടെ മുമ്പിൽ എന്തൊക്കെ കളികൾ കളിക്കാമോ ഒരു വല്യപ്പ അത്രമാത്രം താഴ്മയിൽ ആ പേരക്കുട്ടികളുടെ കൂടെ കളിക്കുകയാണ്. അവരോട് തമാശ പറയുകയാണ്, കൊഞ്ചിക്കുഴിയുകയാണ്. ഖുത്ബ നിർവഹിക്കുമ്പോൾ പോലും പേരക്കുട്ടികൾ കയറി വരുമ്പോൾ ആ ഖുത്ബ നിർത്തിയിട്ട് പേരക്കുട്ടികളെ പോയി എടുത്തുകൊണ്ട് ഖുത്ബ നിർവഹിക്കാൻ വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നിർത്തിയത് കണ്ട് സഹാബത്ത് ചോദിക്കയാ, എന്താ റസൂലേ പ്രസംഗം നിർത്തിയത്? എന്റെ പേരക്കുട്ടികൾ ഫാത്തിമയുടെ മക്കൾ അവരിങ്ങനെ തപ്പിത്തടഞ്ഞു വരുന്ന കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ ജീവിതം വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് എങ്ങനെയൊക്കെയാണ് കടന്നു വരേണ്ടത്? തന്നെ തെറി പറയുന്നവരെയും ചീത്ത വിളിക്കുന്നവരെയും ശകാരിക്കുന്നവരെയും അതേ നാണയത്തിൽ ശകാരിക്കുക എന്നതല്ല ഇസ്ലാമിക സംസ്കാരം. ലം യകുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സബ്ബാബൻ വലാ ഫഹാശൻ വലാ ലആനൻ. റസൂൽ ഒരാളെയും അശ്ലീലം പറയില്ല, ചീത്ത വിളിക്കില്ല, ഒരാളെയും ശപിക്കുകയുമില്ല. ആരെങ്കിലും ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പോലും അതിന് പ്രതികരിക്കില്ല. പ്രതികരിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, ഇസ്ലാമികമായി റസൂൽ അവിടെ മൗനം ദീക്ഷിക്കുകയും മൗനായി ഇരിക്കുകയും ചെയ്യുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വിശ്വാസികളുടെ ജീവിതത്തിൽ മുസ്ലിമായി ജീവിക്കുന്ന നമ്മൾ ശേഖരിക്കുകയും പിൻപറ്റുകയും ചെയ്യേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ ജീവിതവും പാതയും അത് പിൻപറ്റുക. നമ്മൾ കുടുംബത്തിലെത്തിക്കഴിഞ്ഞാൽ കുടുംബ ബന്ധങ്ങൾ പലപ്പോഴും എല്ലായിടത്തും സമൂഹത്തിലും സമുദായത്തിലുമൊക്കെ വലിയ നിലയിലുള്ളവരായിരിക്കും. പക്ഷേ മാതാപിതാക്കളോട് ബന്ധം വിച്ഛേദിച്ചിട്ട് എത്രയോ കാലമായിട്ടുണ്ടാവും. അവർക്ക് ഫോൺ വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാത്ത ആളുകൾ, തന്റെ ഭാര്യയുടെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് അവരോട് പിണക്കമുള്ള ആളുകൾ ഉണ്ടായേക്കാം. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമാവാൻ, മാറി നിൽക്കാൻ വിശ്വാസികൾക്ക് സാധിക്കുന്നത് എങ്ങനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളോട് കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുക പോലുമില്ല എന്ന് കൃത്യമായി പഠിപ്പിച്ചു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമർ ബിൻ ഖത്താബിന്റെയും റളിയല്ലാഹു തആല അൻഹും അവിടെ മുമ്പിലെത്തിയാൽ ഒരു മരുമകനായിട്ടാണ് ഇരിക്കുന്നത്. തന്നേക്കാൾ പ്രായം കുറഞ്ഞവരാണ്. എന്നാൽ പോലും ഒന്ന് ഹഫ്സയുടെ പിതാവാണ്, ഒന്ന് ആയിഷയുടെ പിതാവാണ്. രണ്ടുപേരും എന്റെ അമ്മോശന്മാർ. അവരുടെ മുമ്പിൽ അങ്ങനെയാണ് കുടുംബ ബന്ധത്തിന്റെ വിഷയത്തിൽ. അലി ഇബ്നു അബീ ത്വാലിബിന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അതോടൊപ്പം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ദുന്നൂറൈൻ ഇരട്ട പ്രകാശത്തിന്റെ ഉടമ എന്നറിയപ്പെടുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അവരുടെ മുമ്പിൽ ഒരു അമ്മോശനായിട്ടും ഇരിക്കുന്നു. ഒന്ന് ഫാത്തിമയുടെ ഭർത്താവാണ്, റുഖിയ്യയുടെ ഒക്കെ ഭർത്താവാണ്. ആര്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അപ്പൊ അവിടെ ആ രീതിയിൽ കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ നമ്മൾ ഇങ്ങനെ നടന്നുപോയാൽ വിശ്വാസികളായ ആളുകൾക്ക് അവർക്ക് പിൻപറ്റുവാനും ശേഖരിക്കുവാനുമുള്ള നന്മകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് വിശ്വാസികളായ ആളുകൾ അവർ പിൻപറ്റേണ്ടത് വ്യക്തിപരമായ ജീവിതത്തിൽ
അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ജീവിക്കുക. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അതൊരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്തുവാനോ അല്ലെങ്കിൽ എണ്ണിയാൽ അവസാനിക്കുന്നത് ഒന്നും തന്നെയല്ല. അത്രമാത്രം അനുഗ്രഹങ്ങൾ, അതിന് നമ്മെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ പിൻപറ്റുക, നമ്മൾ ശേഖരിക്കുക. പ്രധാനമായിട്ട് സംസാരത്തിന്റെ മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം കഫാബിൽ മർഇ കദിബൻ അയ്യുഹദ്ദിസ ബി കുല്ലി മാ സമിഅ, കേൾക്കുന്ന കാര്യം അതുപോലെ പറഞ്ഞാൽ മതി ഒരാൾ കളവ് പറയുന്നവനായി തീരാൻ എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചത്. അതുകൊണ്ട് കള്ളവുമായി ബന്ധപ്പെട്ട് തമാശയിൽ പോലും കളവ് വരാത്ത രീതിയിലായിരിക്കണം നമ്മൾ ജീവിക്കുകയും പെരുമാറുകയും ചെയ്യേണ്ടത്. പ്രധാനമായി മുസ്ലിങ്ങളും തമ്മിലുള്ള ബാധ്യതകൾ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതകളും കടമകളും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിശദീകരിച്ചു തന്നു. ആ ഹദീസിന്റെ സാരാംശം എത്രയോ തവണ നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാലും പിന്നെയും പിണക്കങ്ങൾ കടന്നു വരുമ്പോഴേക്ക് അത് നമ്മൾ മറന്നു പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ തഹാസദു, നിങ്ങൾ അസൂയ വെക്കാൻ പാടില്ല. അള്ളാഹു മറ്റൊരാൾക്ക് നൽകിയ സമ്പത്തിന്റെ വിഷയത്തിലോ മക്കളുടെ വിഷയത്തിലോ അല്ലെങ്കിൽ അയാൾക്ക് നൽകിയ